ഹായ് ഹലോ. നമ്മൾ പിക്നിക്കിന് ശേഷം നമ്മൾ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിയ ഫീലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. 1290 ഹെൻറി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ വീടായിരുന്നു ഇത്. അതിനെയാണ് ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുന്നത്. റെസ്റ്റോറൻ്റ് ആക്കിയിട്ട് 1933 മറ്റോ ആണ്. ആ കാലഘട്ടത്തിലാണ് അതിനെ റെസ്റ്റോറൻ്റ് ആക്കിയത്. അതുവരെ അങ്ങേരുടെ വീട് തന്നെയായിരുന്നു അത്. അതിന് ശേഷമാണ് അതിനെ റെസ്റ്റോറൻ്റ് ആക്കിയത് എന്നാണ് എനിക്ക് ലഭിച്ച അറിവ്. പോകുന്ന വഴിക്ക് കണ്ട പൂക്കളാണ്. എന്ത് പൂവെന്ന് പറയുക, ഒരു കൊക്കിനെ പോലെയോ ഒരു ഡക്കിനെ പോലെയോ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പൂക്കൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പുറത്ത് തന്നെ ചെറിയൊരു ഫൗണ്ടൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ റെസ്റ്റോറൻ്റാണ്, പബ് ആൻഡ് റെസ്റ്റോറൻ്റാണ്. ഹെൻറീസ് റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര്, ഹെൻറീസ് പബ് ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ പുറത്ത് നിറയെ സ്ഥലങ്ങളുണ്ട് ഇരിക്കാൻ, ആൾക്കാർക്ക് ഇരിക്കാൻ നിറയെ സ്ഥലമുണ്ട്. നമ്മൾ ഉള്ളിലേക്കാണ് ഇരുന്നത്. ഫുൾ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചുറ്റുപാടും കാടുകളായത് കാരണം മരത്തിന് വലിയ ക്ഷാമമില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു 10-15 മിനിറ്റ് കൂടെ ഇല്ല നമ്മൾ പിക്നിക് ചെയ്ത സ്പോട്ടിൽ നിന്ന് ഇവിടേക്ക്. 4 ഭാഗത്തും കാടായത് കാരണം മരത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കാരണമായിരിക്കാം എല്ലാ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും കാലം പഴയ മരങ്ങളാണ്. ചെറിയ ചെറിയ റിനോവേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്രയും പഴയ മരങ്ങളാണ് അവിടെ കാണുന്നത്. ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 1290 ഹെൻറിൻ്റെ വീട്ടിൽ എന്താ പറയുക, നമ്മൾ ചൂടാകാനുള്ള ഹീറ്ററും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതാണ് ഫുള്ള് സീലിങ്ങും ബിൽഡിങ് മൊത്തം മരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പറഞ്ഞോ വിശ്വസിക്കാൻ പറ്റില്ല, അത്ര പഴയ 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 കാലത്തെ മരങ്ങളാണ് കാണുന്നത്. കുറേ നമുക്കതിനെ കണ്ടു കഴിഞ്ഞാൽ തോന്നും പൂതൽ പിടിച്ച മാതിരിയാണെന്നൊക്കെ. പക്ഷെ അതിന് പോളിഷൊക്കെ ചെയ്തിട്ട് അവർ അതിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെൻറിൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ പബ്ബും ഫുഡും എല്ലാം കിട്ടുന്നത് നല്ല ഫുഡായിരുന്നു. ഞാൻ കഴിച്ചത് പാസ്തയാണ്. ബാക്കി എല്ലാവരും ഓരോന്ന് ഫിഷ് ആൻഡ് ചിപ്സ് അങ്ങനെ. ഞങ്ങൾ വെജിറ്റേറിയൻ ആയത് കാരണം ഞങ്ങൾ കഴിച്ചത് പാസ്ത ആണ് കഴിച്ചത്. അങ്ങനെ കുട്ടികൾ വെജ് ബർഗറും ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ കാണാൻ നല്ലൊരു നൊസ്റ്റാൾജിയ ഫീലുള്ള നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇത് ഉൾസൈഡിലാണ്. ഇത് ഉള്ളിലേക്കുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പം എനിവേ നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയും ഒരു പുതുമയൊക്കെ തോന്നി. അത്രയും പഴയ വീടിനെ അവർ റെസ്റ്റോറൻ്റ് ആക്കിയതാണ്. ആ ഹെൻറി എന്ന് പറയുന്ന ആൾക്കാരുടെ പിൻതലമുറക്കാരൊക്കെ ഇപ്പോഴുണ്ടായിരിക്കാം, അറിയില്ല. അപ്പം അവരാരെങ്കിലും ആയിരിക്കാം ഇതിൻ്റെ ഓണേഴ്സ്, അതും അറിയില്ല. പുറത്തും വലിയൊരു വീടുണ്ട് ആൾക്ക്. അപ്പം അതാണ് ഇത്. ഉൾസൈഡാണ് ഇതിൻ്റെ മുകളിൽ തന്നെ മിസ്റ്റർ ഹെൻറീൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ കാണാൻ നൊസ്റ്റാൾജിയ ഫീലുള്ളൊരു റെസ്റ്റോറൻ്റ് ആയത് കാരണവും അത്രയും പഴക്കം ചെന്ന റെസ്റ്റോറൻ്റ് ആയത് കാരണമാണ് ഇതിൻ്റെ ഫോട്ടോ എടുത്തത്. പുറത്ത് കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റെസ്റ്റോറൻറ്റ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ച പാസ്ത. പുറത്തും നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ എന്താ പറയുക, പ്ലേ ഏരിയ ആണ്. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കൊക്കെ 10 മണിയായി, രാത്രി 10 മണിയായി. അപ്പോൾ അത് കാരണം എന്താ പറയുക, പിന്നത്തെ വ്യൂ ഒക്കെ ഇരുട്ടായി. കയറുമ്പം അത്ര ഉണ്ടായിരുന്നില്ല. 9-9:30 ഞങ്ങൾ കയറിയത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഒരു 10-10:30 ആയി. അപ്പോഴേക്കും ഇരുട്ടായി. ഇതാണ് ഇതിൻ്റെ ഉൾസൈഡ്. ഈ കാണുന്നതാണ് മിസ്റ്റർ ഹെൻറി. അവരുടെ ഫോട്ടോ ആണ് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ദിസ് ഈസ് മിസ്റ്റർ ഹെൻറി. ഞങ്ങൾ ഇറങ്ങുമ്പം 10:30. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പം 11:30 കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും നല്ല ഇരുട്ടുമായിരുന്നു. അത് കാരണം അധികം ഫോട്ടോസൊക്കെ ഇരുട്ടാണ്. അന്നത്തെ മെനുവും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് പുറത്തേക്കുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ പുറത്തൊക്കെ കണ്ടു. പക്ഷേ അപ്പോഴേക്ക് ഇരുട്ടായത് കാരണം അധികം
ഫോട്ടോസിനൊന്നും ഒരു വെളിച്ചം ഉണ്ടായിരുന്നില്ല. എനിവേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും രാത്രി 12 മണിയായി. കുറേ കളിച്ചതും ഷട്ടിലും ഊഞ്ഞാലും കബഡിയും എല്ലാം കളിച്ചിട്ട് അന്നത്തെ ദിവസം വെരി ടയേർഡായിരുന്നു. ബോഡി എല്ലാം വേദനയായിരുന്നു. 2 ദിവസമായിട്ടും വേദന പോയിട്ടില്ല. ഇന്നാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും പിക്നിക് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം ഫാമിലി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികൾക്കും അതെ, കുട്ടികളും ഫുൾ ഡേ ഇതായിരുന്നു. പിറ്റേ ദിവസം എണീക്കാനൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റായി. എന്നാലും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹെൻറീൻ്റെ വേറൊരു വീട് കാണാൻ പറ്റും. അതാണിത്. അതിലിപ്പോൾ ആരാണ് താമസിക്കുന്നതെന്ന് അറിയില്ല. പുതിയ തലമുറക്കാരാണോ അല്ല വേറെ ഔട്ട്സൈഡറാണോ ഒന്നും അറിയില്ല. ഇതാണ് അവരുടെ വേറൊരു വീട്. അപ്പം 1290 മിസ്റ്റർ ഹെൻറി ജീവിച്ചിരുന്നത്. എത്ര വർഷം ജീവിച്ചു എന്നത് എനിക്കറിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ പിക്നിക് വിശേഷങ്ങൾ. എന്തായാലും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന റെസ്റ്റോറൻറ്റും പിക്നിക്കും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ എത്തി. ഇനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്നാൽ ഓക്കെ, ബായ്.